ഇപ്പോൾ നിങ്ങൾ പറയുന്നത് സമരം പൂർണ്ണമായി അംഗീകരിച്ചു. ഇതൊക്കെ നേരത്തെ ഡിമാൻഡുകൾ പലതരത്തിൽ സർക്കാർ ചർച്ച നടത്തിയിരുന്നതാണ്. അന്ന് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരം തുടർന്നതെന്ന് സർക്കാർ പല ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അത് ഏറെക്കുറെ സാധൂകരിക്കുന്നതാണോ ഇപ്പോൾ ഇങ്ങനെ രാപ്പകൽ സമരം? അത് കൈരളിയുടെ വെർഷനാണ്. ഞങ്ങൾക്ക് അങ്ങനെയില്ല. കാരണം ഇതിൻ്റെ ബേസിക് ഡിമാൻഡാണ് വേതന വർധനമെന്ന് പറയുന്നത്. ആ ബേസിക് ഡിമാൻഡ് നേടിയെടുക്കാൻ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും അല്ലേ? മറ്റേത് സർക്കാർ വകുപ്പിൻ്റെ ചില തീരുമാനങ്ങൾ വന്നാൽ മതി. ഇത് സർക്കാരിൻ്റെ തീരുമാനമാണ്. സർക്കാരിൻ്റെ നയം പ്രഖ്യാപിക്കേണ്ടതാണ്. അതിലാണ് ഞങ്ങൾ അടിയുറച്ചുന്നത്. പിന്നെ ഓണറേറിയം നമ്മൾ ആവശ്യപ്പെട്ടത് 21,000 രൂപയാണെങ്കിലും ഈ 1000 രൂപ പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ അത് സമ്മതിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സമരം. ഞങ്ങൾ സമരരൂപം ഇവിടെ അവസാനിപ്പിക്കാൻ തരും. സമരക്കാർക്ക് മുന്നിൽ എപ്പോഴും ചോദിക്കപ്പെടുന്നൊരു ചോദ്യം ഈ കേന്ദ്രത്തിൻ്റെ സ്കീമാണ്. എന്തുകൊണ്ട് ഈ കേന്ദ്ര സ്കീമിൽ ആശമാരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കണമെന്ന മുഖ്യ ഡിമാൻഡ് സെക്രട്ടേറിയറ്റ് മുന്നിലുള്ള സമരക്കാർ ഉന്നയിക്കുന്നില്ല എന്നാണ്. മറിച്ച് സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് ആശമാർ ഇപ്പോൾ നിങ്ങൾ നടത്തിയ സമരത്തെ പരമാവധി രാഷ്ട്രീയപരമായി പ്രതിപക്ഷം പ്രത്യേകിച്ച് BJPയും കോൺഗ്രസും മുതലെടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം സർക്കാർ പറയുന്ന വേർഷൻ ഇതാണ്. എന്തുകൊണ്ട് തൊഴിലാളികളായി പ്രഖ്യാപിച്ചാൽ തന്നെ ആശമാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും? എന്തുകൊണ്ടാണ് ആ ഡിമാൻഡ് നിങ്ങൾ വ്യക്തമായി ഉയർത്താത്? തൊഴിലാളിയായിട്ട് അംഗീകരിക്കേണ്ട ആരാണ്? തൊഴിലാളികളെ കേന്ദ്രത്തിന്റെ സ്കീമായിരിക്കുമ്പോൾ ഇത് കേന്ദ്രത്തിന്റെ സ്കീമാണല്ലോ. സംസ്ഥാനമാണോ തൊഴിലാളിയായിട്ട് അംഗീകരിക്കേണ്ടുന്നത് എന്ന വിഷയത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ? ഇന്ന് വരെ 18 വർഷമായി ഇന്നുവരെ എന്തെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ? അത് മുൻനിർത്തിയുള്ള കേന്ദ്രവുമായ ഒരു ഗൗരവമായ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടോ? അതൊന്നും ഇന്നുവരെ തയ്യാറായിട്ടില്ല. ഈ ക്ഷേമ പെൻഷനായിരുന്നാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ കേന്ദ്രത്തിൻ്റെ വലിയ അവഗണനയുണ്ട്. കാരണം കേന്ദ്രം നൽകാനുള്ള തുക നൽകുന്നില്ല. അപ്പം നിങ്ങൾ ഈ പറയുന്ന ഈ രാഷ്ട്രീയത്തിനൊപ്പം തന്നെ അത്തരം കാര്യങ്ങൾ പറയാതെ ഒരു സോഫ്റ്റായ സമീപനം കേന്ദ്ര സർക്കാരിനെതിരെ സ്വീകരിക്കുന്നു എന്നൊരു നിലപാടാണ് സർക്കാരും LDFും പല ഘട്ടങ്ങളിൽ ഉയർത്തിയത്. ആ രാഷ്ട്രീയ ആരോപണത്തിന് വ്യക്തമായി നിങ്ങൾ സമരക്കാർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല പല ഘട്ടങ്ങളിൽ. ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നെങ്ങനെ പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ സംഘടനയുടെ യൂണിയനല്ല, സ്വതന്ത്ര സംഘടനയാണ്. അതിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. നമ്മൾ ഒരു യൂണിയനിലും അഫിലിയേറ്റ് ചെയ്തിട്ടില്ല. ഒരു സ്വതന്ത്ര സംഘടനയാണ്. ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ആ വിഷയങ്ങൾ ഞങ്ങൾ ഉയർത്തി സമരം ചെയ്യാണ്. കേന്ദ്രം ഫണ്ട് തരുന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൻ്റെ ഇന്ന് ഫണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്, നമുക്ക് ഒന്നിച്ചു പോയി കേന്ദ്രത്തിന് മുന്നിൽ സമരം നടത്താം, ഒന്നിച്ചുള്ള ഡിമാൻഡാണ് എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അതിനെയും നിങ്ങൾ വിമർശിക്കുകയാണ് ചെയ്തത്. അല്ലല്ല, അത് സെപ്പറേറ്റ് വിഷയമാണ്. വലിയ വിമർശനമുള്ളത് ഈ സമരത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആശമാരും പങ്കെടുക്കുന്നില്ല. ആശമാർ സമരത്തിനില്ല എന്ന വിമർശനം അവസാനം വരെ നിലനിൽക്കുന്നുണ്ട്. ആ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് ഈ വിമർശനം ഉന്നയിച്ച ആളുകളെ നോക്കട്ടെ. കൈരളി ഇവിടെയുണ്ട്, ദേശാഭിമാനി എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും കണ്ടതാണല്ലോ എത്ര ആളുകൾ വന്നിട്ടുണ്ട്. അവരെല്ലാവരും ടാഗ് ഇട്ടുകൊണ്ടാണ് വന്നിട്ടുള്ളതെന്ന് അറിയാലോ. മറിച്ച് സമരത്തെ പിന്തുണയ്ക്കാൻ വന്ന ആളുകളുമുണ്ട്. പക്ഷേ ഇവിടെ വന്ന ആശമാരല്ലാന്ന് ഏതെങ്കിലും ഒരു ആശയോട് നിങ്ങളെന്ന് ചെന്ന് പറഞ്ഞല്ലോ. ബഹുഭൂരിപക്ഷം ആശമാരെയും ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് സമരക്കാർ കഴിഞ്ഞില്ല? ബോധ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഈ പറയുന്ന ആളുകൾ ഒരു സർവേ നടത്തി നോക്കിയാൽ മതി. അത് ഞങ്ങൾ ആദ്യമേ മുതൽ പറയുന്നത്. ഞങ്ങൾ എന്തിനു ഉത്തരം പറയണം? ആശമാരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാവരും അനുകൂലമാണല്ലോ. ആശമാർക്ക് അർഹമായ ആനുകൂല്യം ലഭിക്കണം. പക്ഷേ അത് കേന്ദ്ര സ്കീമായതുകൊണ്ട് തന്നെ അത് കേന്ദ്ര സർക്കാർ നൽകേണ്ട ചുമതലകളും ഉത്തരവാദിത്വവും കടമയും നിർവഹിക്കുന്നില്ലെന്ന പരാതിയാണുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായി ആശമാർ നിങ്ങൾ ഉയർത്തുന്ന സമരത്തെ സംബന്ധിച്ച് ഡിമാൻഡിനാരും തള്ളി പറയുന്നില്ല. പക്ഷേ ഭൂരിപക്ഷം ആശമാരെയും ഇത് രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവർ പങ്കെടുക്കാത്തതെന്നാണ് LDFും സർക്കാരും പറയുന്നത്. അല്ല, അതിന് ഞങ്ങൾ ഉത്തരം പറയണം. LDF അതിന് ഉത്തരം കണ്ടുപിടിച്ചോട്ടെ. ഞങ്ങൾ എന്തിനാണ് വിസിബിൾ ആയിട്ടുള്ള കാര്യം, ഇവിടെ അതിന് എവിഡൻസ് ഉള്ള കാര്യം, എല്ലാവരും വിറ്റ്നസ് ചെയ്ത കാര്യത്തിന് ഞങ്ങൾ എന്തിനാണ് ഉത്തരം പറയേണ്ടത്? അത് LDF കണ്ടുപിടിച്ചോട്ടെ, CIT കണ്ടുപിടിച്ചോട്ടെ. ഞങ്ങൾക്ക് അതിനകത്ത് ബുദ്ധിമുട്ട്. താങ്ക് യു.